കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളും. ഇതിനോട് ചേർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ കടന്നു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകം 23-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ആയിരിക്കുന്നിടത്ത് വളരെ പ്രാർത്ഥനയോടെ, ഹൃദയ ഒരുക്കത്തോടുകൂടെ ദൈവജനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പണത്തോടെ ആയിരിക്കാം. ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയും ഒരുക്കിയെടുക്കുകയും ചെയ്യട്ടെ. ഈ 23-ാം അധ്യായം 2 രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അത് 2 പെൺമക്കളായിട്ട് കണ്ട്, ഒന്നിനെ ഒഹോല എന്നും മറ്റൊന്ന് ഒഹോലിബ എന്നും പേരിട്ട്, വടക്കേ രാജ്യം തെക്കേ രാജ്യം അവരെക്കുറിച്ചുള്ള വസ്തുതകളാണ് ഈ ഒരു അധ്യായത്തിൽ പൂർണ്ണമായും പറയുന്നത്. അതിൽ വടക്കേ രാജ്യമാകുന്ന ഇസ്രായേൽ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പേരനുസരിച്ച് ഒഹോല, അവരുടെ സുരക്ഷിതത്വക്ക് വേണ്ടി അവർ ദൈവത്തെക്കാൾ ഉപരിയായി അവർ സഹായം തേടുകയും അവർ അഭയം തേടുകയും ചെയ്ത് അയൽ രാജ്യങ്ങളിലേക്കാണ്. അയൽ രാജ്യമാകുന്ന അസീറിയയുടെ അവരുടെ സമ്പത്ത്, അവരുടെ പവർ, അവരുടെ സ്വാധീനം, അവരുടെ പ്രസക്തി, ഇവയാലെല്ലാം ഈ വടക്കേ രാജ്യം ആകർഷിക്കപ്പെട്ടു. ആ അസീറിയുമായിട്ടുള്ള ആ കരാറിലൂടെ അനേക രാജാക്കന്മാരുടെ ആവശ്യങ്ങളിൽ അവരുടെ സഹായം അപേക്ഷിക്കുകയും അവരെ സഹായത്തിനെത്തുകയും ചെയ്തിട്ടുണ്ട്. വടക്കേ രാജ്യത്തിലെ പല രാജാക്കന്മാരും ആ നിലയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ വചനം പഠിച്ചു വരുമ്പോൾ ആഹാസ് രാജാവ്, തെക്കേ രാജ്യത്തെ രാജാവ് ആഹാസ്, അസീറിയൻ രാജാക്കന്മാരെ സഹായത്തിനു വേണ്ടി അപേക്ഷിക്കുകയും അവർ വരികയും അവർക്ക് ആവശ്യമായ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയൊക്കെ ചെയ്തതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വായിക്കുകയുണ്ടായി. അപ്പം ആ നിലയിലേക്ക് ആകർഷിക്കപ്പെട്ട് ദൈവത്തോടുള്ള ബന്ധവും ദൈവത്തിലുള്ള ആശ്രയവും എല്ലാം അവരുടെ നഷ്ടപ്പെട്ടു. മറ്റു രാജ്യമായി കരാറിൽ ഏർപ്പെടുമ്പോൾ ആ രാജ്യത്തിലെ സംസ്കാരം, ആ രാജ്യത്തിലെ ആ വ്യാജ ദൈവങ്ങളെ ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയും അവയെ ആരാധിക്കുകയും ചെയ്യണമെന്നൊക്കെ കരാറിനകത്തുണ്ട്. നമ്മളെ ആഹാസിന്റെ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ രാജ്യമായി കരാറിൽ ഏർപ്പെടുമ്പോൾ അവിടെയുള്ള വ്യാജ ദൈവങ്ങളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരികയും അതിനെ ആരാധിക്കുന്നവരായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവത്തോട് അവർ അവിശ്വസ്തരായി തീർന്നു. ദൈവം അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ BC 722 വടക്കേ രാജ്യം അഥവാ ശമരിയ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അസീര്യക്കാർ ചെയ്തത് ഇവിടെ നിന്നുള്ള കുറെ ജനങ്ങളെ എടുത്ത് അവിടെ അസീറിയയിലേക്കും അസീറിയുടെ കീഴിൽ ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിലേക്കും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി ആ രാജ്യങ്ങളിൽ നിന്ന് കുറെ ആളുകളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അങ്ങനെയാണ് വടക്കേ രാജ്യത്ത് ശമരിയ എന്ന് പറയുന്ന ഒരു മിക്സഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള കാരണം അതൊക്കെയാണ്. അങ്ങനെ അന്ന് വടക്കേ രാജ്യത്ത് പ്രവാസത്തിലേക്ക് പോയ ആരും
ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. രണ്ടാമത്തേതാണ് തെക്കേ രാജ്യമാകുന്ന ഒഹേലിബ അഥവാ യഹൂദ രാഷ്ട്രം. ഈ യഹൂദ രാഷ്ട്രവും വളർന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ആഹാസ് രാജാവായപ്പോൾ അസീറിയയോടുള്ള ബന്ധത്തിൽ അസീറിയുമായി കരാറിൽ ഏർപ്പെടുന്നു. അസീറിയയ്ക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നു. അസീറിയുമായിട്ടൊരു വലിയ അടുപ്പത്തിൽ അവരായിത്തീരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വടക്കേ രാജ്യവും തെക്കേ രാജ്യവും ഒരേ പാതയിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി. കുറെ കൂടി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ശക്തിയുള്ള സാമ്രാജ്യമായി ബാബിലോൺ രംഗത്ത് വന്നപ്പോൾ തെക്കേ രാജ്യത്തിലെ രാജാക്കന്മാർ ബാബിലോണുമായി ഉള്ള ബന്ധത്തിലായിത്തീർന്നു. അവർ വാണിജ്യ ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഹിസ്കിയ എന്ന രാജാവ് സുഖമില്ലാതെ കിടന്നപ്പോൾ ആ വിവരം അറിഞ്ഞിട്ട് ബാബിലോൺ രാജാവ് ദൂതനെ ഹിസ്കിയാവിന്റെ അടുക്കൽ അയക്കുന്നതും ഹിസ്കിയാവ് ഇങ്ങോട്ട് അദ്ദേഹം വന്നപ്പോൾ സ്വീകരിക്കുകയും അവിടെയുള്ള ഭണ്ഡാരത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തുറന്നു കാണിക്കുകയും ചെയ്തു. അങ്ങനെ ആ ശക്തമായ സാമ്രാജ്യത്താൽ ഇവർ ആകർഷിക്കപ്പെട്ടു. അവരുടെ സമ്പത്ത്, അവരുടെ പവർ, അവരുടെ പ്രശസ്തി, ഇതിലെല്ലാം ഇവർ ആകർഷിക്കപ്പെട്ട് അതിൻ്റെ അധീനതയിൽ ഇവരാകപ്പെട്ടു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ബാബിലോണിയ ആചാരങ്ങളും അവിടെയുള്ള വ്യാജ ദൈവങ്ങളെയെല്ലാം ഇവിടേക്ക് കൊണ്ടുവരികയും ഇവിടെ സ്ഥാപിച്ച് അതിന് പൂജാബലികളും പൂജാഗിരികളും ബലിപീഠങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നവരായി തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചു വന്ന കൂട്ടത്തിൽ കണ്ടായിരുന്നു, കൽദയയുടെ ചിത്രങ്ങളെ ചുവരിൽ എഴുതിയിരിക്കുന്ന വരച്ചിരിക്കുന്ന കണ്ടു. ഇപ്പൊ കൽദയ ദേശത്തുള്ള സംസ്കാരങ്ങൾ, അവിടുത്തെ ചില ചിത്രങ്ങൾ, അതൊക്കെ ഇവരെ ആകർഷിക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ ബാബിലോണിയംകാരുടെ ധാർമ്മികതയും ആചാരങ്ങളെയും വിഗ്രഹങ്ങളെയും പിന്തുടരുവാൻ അന്നത്തെ മാധ്യമങ്ങളുടെ യെരുശലേം ജനങ്ങൾ പ്രലോഭിക്കപ്പെടുകയും ആ നിലയിലേക്ക് അവർ ആകർഷിക്കപ്പെടുകയും ചെയ്തു. കൽദയ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പാപങ്ങൾ പിന്തുടരുവാൻ അതവരെ വശീകരിക്കുന്നതായിരുന്നു. അങ്ങനെ ബാബിലോണുമായിട്ട് വളരെ അടുപ്പത്തിലായി. അങ്ങനെ ബാബിലോണിലെ ആചാരങ്ങളും ദൈവങ്ങളെയും ഒക്കെ ഇങ്ങനെ ആരാധിച്ച് മുൻപോട്ട് പോവുകയാണ്. യഹൂദ അങ്ങനെ വന്നപ്പോൾ ഈ തെക്കേ രാജ്യവും ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചു. ദൈവത്തോട് വിശ്വസ്ത കാണിക്കാതെ അവിശ്വസ്ത കാണിച്ചപ്പോൾ ദൈവം തെക്കേ രാജ്യത്തെയും ശിക്ഷിക്കുവാൻ, ന്യായം വിധിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അതുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ യഹോവയെ ദൈവം പറയുന്നു, ഈജിപ്തിൽ ചെറുപ്പകാലം മുതൽ യഹൂദ ദൈവത്തോടെ അവിശ്വസ്തത പുലർത്തി. അവളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യഹൂദയുമായി ബന്ധപ്പെട്ട അലയൻസിൽ, സഖ്യത്തിൽ ഏർപ്പെട്ട സകല രാജ്യങ്ങളുടെയും ദൈവങ്ങളാൽ ഇവർ ആകർഷിക്കപ്പെട്ടു. അങ്ങനെ പിന്നീട് ആ നിലയിലേക്ക് നീങ്ങുന്നു. ഇതിനിടയിൽ അവർ ബാബിലോൺകാർ ഇവരെ അടിമത്തിൽ കൊണ്ടുവരികയും സിദക്കിയാവ് രാജാവായപ്പോൾ കംപ്ലീറ്റ് ബാബിലോണിന്റെ അധികാരത്തിലായി. സിദക്കിയാവ് വന്നിട്ട് ബാബിലോൺകാർ അപ്പോയിന്റ് ചെയ്ത ഒരാളായി മാറി. അങ്ങനെ വന്നപ്പോൾ സിദക്കിയാവ് രാജാവായപ്പോൾ അദ്ദേഹം ബാബിലോണിന്റെ കീഴിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഈജിപ്തുകാരെ കൂട്ടുപിടിക്കുന്നു.
അങ്ങനെ വന്നപ്പോൾ ഈജിപ്തിലെ പഴയ അനുഭവങ്ങളും അവിടുത്തെ ബലിപീഠങ്ങളൊക്കെ ഈ രാജ്യത്ത് വരുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് നീങ്ങുന്നു. അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് 22 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അതിന് 22 മുതൽ ഉള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ചു. അതുകൊണ്ട് ഒഹൊലീബായെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേൽക്കാർ, കൽദയർ ഒക്കെയും, പെക്കോദ്യർ, ശോവ്യർ, കോവ്യർ, അശൂര്യർ ഒക്കെയും എന്നിങ്ങനെ മനോഹര യുവാക്കളും ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരും വിശ്രുതന്മാരും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായി നിനക്ക് വെറുപ്പ് തോന്നിയിരിക്കുന്ന നിന്റെ ജാരന്മാരെ ഞാൻ നിനക്ക് വിരോധമായി ഉണർത്തി ചുറ്റും നിന്റെ നേരെ വരുത്തും. അവർ അനവധി രഥങ്ങളും വണ്ടികളും ഒരു ജനസമൂഹമായി നിന്റെ നേരെ വരും. അവർ പരിചയും പലകയും പിടിച്ച് തലക്കോരിക ഇട്ടും കൊണ്ട് നിന്നെ വന്നു വളയും. ഞാൻ ന്യായവിധി അവർക്ക് ഭരമേൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായങ്ങൾക്കനുസാരമായി നിന്നെ ന്യായം വിധിക്കും. ഞാൻ എൻ്റെ തീക്ഷ്ണത നിന്റെ നേരെ പ്രയോഗിക്കും. അവർ ക്രോധത്തോടെ നിന്നോട് പെരുമാറും. അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും. നിന്റെ ശേഷിപ്പുള്ളവർ വാൾ കൊണ്ട് വീഴും. അവർ നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചുകൊണ്ട് പോകും. നിനക്ക് ശേഷിപ്പുള്ളവർ തീക്കിരയാകും. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞ ആഭരണങ്ങളെ എടുത്തു കളയും. ഇങ്ങനെ ഞാൻ നിന്റെ ദുർമര്യാദയും മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ വേശ്യാവൃത്തിയും നിർത്തലാക്കും. നീ ഇനി അവരെ തലപൊക്കി നോക്കുകയില്ല, മിസ്രയീമിനെ ഓർക്കുകയുമില്ല. മതി. യെരുശലേമിനെയും അഥവാ യഹൂദയും എങ്ങനെ ശിക്ഷിക്കണമെന്നോ അഥവാ ശിക്ഷിക്കുമെന്നോ യഹോവയായ ദൈവം ഈ ഭാഗത്ത് പറയുന്നുണ്ട്. 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഒഹൊലീബ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. യെരുശലേമിനെതിരായ ദൈവത്തിന്റെ ന്യായവിധി കൂടുതലായി അവർ അർഹിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒഹൊലീബ എന്ന വാക്കിന്റെ അർത്ഥം എൻ്റെ കൂടാരം അവളിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ കൂടാരം അവളിലാണ്. ഒഹൊലീബ എന്ന വാക്കിന്റെ അർത്ഥം എൻ്റെ കൂടാരം അവളിലാണ്. ഇത് തെക്കേ രാജ്യത്തെയാണ് കാണിക്കുന്നത്. ഈ 23-ാമത്തെ വാക്യത്തിന് അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ മകളാകുന്ന തെക്കേ രാജ്യമാകുന്ന അതിനെയാണ് കാണിക്കുന്നത്. എൻ്റെ കൂടാരം അവളിലാണ്. ദൈവത്തിന് കൂടാരമാകുന്ന ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം യെരുശലേമിലാണ്. അവിടെ അവളെന്ന് പറയുന്നത് യഹൂദ എന്ന രാഷ്ട്രത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ കൂടാരം ആദ്യത്തിൽ അത് സമാഗമന കൂടാരമായിരുന്നു. പിന്നീട് അത് ആലയമായി. പിന്നീട് സോളമൻ അതിനെ പുതുക്കി പണിന്നു. അതൊരു ദേവാലയമായി മാറ്റപ്പെടും. യെഹെസ്കേലിനെ പ്രവചിക്കുമ്പോൾ സോളമൻ പണിത ദേവാലയമായി മാറ്റപ്പെട്ടു. ആ യെരുശലേം ദേവാലയം അധിവസിക്കുന്ന സ്ഥലം അവരുടെ ഇടയിലുള്ള ദൈവിക ആലയത്തിൻ്റെയും അവിടെയുള്ള പൗരോഹിത്യത്തിൻ്റെയും മഹത്വം എന്താണെന്ന് അറിയുകയും അതവർ അനുഭവിക്കുകയും അവർ അതിനെ ഓരോ നാളും കണ്ടുവരികയും ചെയ്തവരാണ്. ഞാൻ പറഞ്ഞ പദപ്രയോഗം ശ്രദ്ധിക്കുക. അവർ യെരുശലേമിലാണ് വസിക്കുന്നത്. യെരുശലേം ദൈവത്തിന്റെ നഗരം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിനെ സോളമന്റെ കാലഘട്ടത്തിൽ
അത് പുതുക്കി പുതിയതായി പണിത് കഴിഞ്ഞ ശേഷമാണ് ഡെഡിക്കേഷൻ ടൈമിൽ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത നിലയിൽ ആലയം പുക കൊണ്ട് നിറഞ്ഞു, ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു എന്നാണ് നമുക്ക് പുസ്തകത്തിൽ പഠിക്കുവാൻ കഴിയുന്നത്. അപ്പൊ ആ നിലയിലേക്ക് ഉണ്ടായ ആ ആലയം ദൈവത്തിന്റെ മഹത്വവും ദൈവ സാന്നിധ്യവും നിരന്തരം അനുഭവിച്ചു കൊണ്ടിരുന്ന സ്ഥലം. അങ്ങനെ ഉണ്ടായപ്പോൾ ഇനി വേറൊന്ന്, ആ കാലഘട്ടത്തിൽ അത് ദൈവത്തിന്റെ നഗരമെന്ന് വിളിച്ചിരുന്നു. ആളുകൾ യെരുശലേം നഗരത്തിന്റെ അകത്ത് പാർക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അവർ വിശ്വസിച്ചിരുന്ന യെരുശലേം നഗരത്തിനകത്ത് പാർക്കുമ്പോൾ ദൈവിക സാന്നിധ്യത്തിലാണ് പാർക്കുന്നതെന്നും അതിന് വെളിയിൽ താമസിക്കുന്നവർ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് അകന്നുപോയി എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. ഈ നിലയിലുള്ള യെരുശലേം ദേവാലയം ഈ യെഹെസ്കേൽ പ്രവചിക്കുമ്പോൾ തലമുറകൾ മാറി. അവരെ പിതാക്കന്മാർ ആ പണിത ആലയത്തിന്റെ ഡെഡിക്കേഷൻ ടൈമിൽ അവിടെ ഇറങ്ങി വന്ന ദൈവമഹത്വവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ പിതാക്കന്മാർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തവരാ. എന്നാൽ പിന്നീട് കാലഘട്ടങ്ങൾ പലതു മാറിയപ്പോൾ ഈ ജനം ദൈവത്തോടുള്ള ആശ്രയം വിട്ടിട്ട് ബാബിലോൺകാരുടെ ശക്തിയും ബാബിലോൺകാരുടെ സമ്പത്തും ബാബിലോൺകാരുടെ സംസ്കാരങ്ങളും ബാബിലോണിന്റെ പ്രശസ്തിയും ഇതെല്ലാം വലുതായി കാണുകയും അവർ ആ നിലയിലേക്ക് തിരികുകയും ചെയ്യും. ദൈവ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന സ്ഥലം, ദൈവമഹത്വം കണ്ട ജനത്തിന്റെ തലമുറകൾ കാലങ്ങൾ ചെറുത് കഴിഞ്ഞപ്പോൾ ദൈവത്തോടുള്ള ബന്ധം വിട്ടിട്ട് ബാബിലോൺകാരോട് ബന്ധപ്പെടുകയും അവിടെ നിന്നുള്ളതായ വ്യാജ ദൈവങ്ങളെ മറ്റും ഇവിടെ അതിന് ബലിപീഠങ്ങൾ പണിത് ഇവിടെ അതിനെ ആരാധിക്കുന്നവരായി തീർന്നു. ആ നിലയിൽ അനുഭവിച്ചവർ, കണ്ടവർ, അവർ അവരുടെ ഉത്തരവാദിത്വം അവർക്ക് മനസ്സിലാക്കാനോ അത് അവർക്ക് അത് ചെയ്യുവാനോ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. കാരണം ദൈവസാന്നിധ്യം അനുഭവിച്ച് അത് കണ്ടു വളർന്നവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, കാണാത്തവരെ സംബന്ധിച്ചല്ല. ദൈവത്തിന്റെ വചനത്തിൽ ദൈവിക സാന്നിധ്യം, ദൈവമഹത്വം ഇതൊക്കെ കണ്ടു വളർന്ന ഒരു ജനത്തെ സംബന്ധിച്ച് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ എപ്പോഴുമുണ്ട്. അപ്പോ അവർക്ക് ഉത്തരവാദിത്വം, കാരണം അവർ അനുഭവിച്ചതാണ് ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചവരാണ് അത് വിട്ടിട്ട് മറ്റു പലതിലേക്ക് ശ്രദ്ധിക്കുകയും മറ്റു പലതിലേക്കും അവർ ഓടുവാൻ തുടങ്ങിയത്. നാം ഒരു കാര്യം നന്നായി മനസ്സിലാക്കാം. ദൈവം ഓരോ കാലങ്ങളിൽ നമ്മളെ രക്ഷിച്ച് ദൈവിക സാന്നിധ്യം അനുഭവിച്ച് ദൈവിക നന്മകൾ അനുഭവിച്ച് ദൈവിക സൗഖ്യം അനുഭവിച്ച് ദൈവിക വിടുതൽ അനുഭവിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഏത് കാലഘട്ടത്തിലും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് നമ്മളെ വിടുവിച്ച, നമ്മളെ രക്ഷിച്ച ദൈവത്തിന് വേണ്ടി അവസാന സമയം വരെ ആ ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. ഈ ജനം അത് മറന്നു. ഇത്രയും അനുഭവിച്ച ജനം അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരായി, അതിന് യാതൊരു പ്രാധാന്യതയും കൊടുക്കാത്തവരായി തീർന്നതുകൊണ്ടാണ്
അവർക്ക് ഈ നിലയുടെ ശിക്ഷാവധിയിലേക്ക് കടന്നു പോകേണ്ടി വന്നത്. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ 47-ാമത്തെ വാക്യം ഇത് വായിച്ചു. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 47. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ആ. ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാതെ ഇരിക്കുന്ന ദാസനെ വളരെ അറിഞ്ഞിട്ടും ഒരുങ്ങാതെയും അവന് ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അടുത്തത്, യോഗ്യമായിട്ട് ചെയ്തവനോ ആ. അടികൊള്ളും. ആ. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഇവിടെ വായിക്കുന്നത് അറിയാതെ കണ്ടു, അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടികൊള്ളും. വളരെ അനുഭവിച്ചവനോ വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. നോക്കണേ, ഇവിടെ പറയുന്നത് ദൈവത്തെക്കുറിച്ചും മനസ്സിലാക്കിയിട്ട്, ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രവർത്തിക്കാതെ മുൻപോട്ട് പോയാൽ അവർ അടികൊള്ളും, അവർക്ക് അടി ലഭിക്കുമെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. യെരൂശലേംകാരുടെ ഉത്തരവാദിത്വമാർ അവർ അനുഭവിച്ചവരാ. ആ ഉത്തരവാദിത്വം അവർ മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ട് അറിഞ്ഞിട്ടും അതിനനുസരിച്ച് ദൈവത്തോട് ബന്ധപ്പെടുകയോ ദൈവത്തെ ആ നിലയിൽ സേവിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് വളരെ അടി കൊള്ളേണ്ട ആ സ്ഥിതി യെരൂശലേമിലെ യഹൂദ ജനത്തിനുണ്ടായി. ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അറിഞ്ഞിട്ടും അതും പ്രകാരം ജീവിക്കാതെ പോയാൽ അടി കൂടുതലാണ്. ഒരുങ്ങാതെയും പ്രമാണിക്കാതെയും ജീവിച്ചാൽ അടി കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം എത്രമാത്രം ദൈവത്തെ അറിയുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ട് ആ ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ആ ദൈവത്തെ കാണേണ്ടതുപോലെ കാണാതെ, സേവിക്കേണ്ടതുപോലെ സേവിക്കാതെ മുൻപോട്ട് പോയാൽ നാം കണക്ക് കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുതന്നെയാണ് യെരൂശലേമിലെ ജനത്തിന് സംഭവിച്ചത്. ദൈവം ആ നിലയിൽ അവരെ സ്നേഹിച്ചു, ആ നിലയിൽ ദൈവത്തോട് കരുതി. അവസാനം വന്നപ്പോൾ അവർ ദൈവത്തിൽ നിന്നും ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ട അനുഭവത്തിലേക്ക് വന്നു. കാരണം ദൈവത്തോടെ അവിശ്വസ്തത പെരുമാറിയതുകൊണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവത്തിൽ ഒരുപാട് നന്മകളും ദൈവിക സാന്നിധ്യവും ദൈവിക പ്രമാണങ്ങളും നാം പല സമയങ്ങളും ദൈവത്തോട് വാഗ്ദത്തമായി വാങ്ങിയവരാണ്. അത് മനസ്സിലാക്കിയവരായ നമ്മൾ, അത് അനുഭവിച്ചവരായ നമ്മൾ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ദൈവത്തെ സേവിക്കേണ്ടതുപോലെ നാം സേവിക്കുകയും ആ ദൈവം മുമ്പാകെ നമ്മൾ ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങുകയും ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ക്രൈസ്തവ സമൂഹത്തിൽ പലർക്കും അത് മനസ്സിലാകുന്നില്ല. അവർ ചിന്തിച്ചിരിക്കുന്നത് ആവശ്യം വന്നപ്പോൾ ദൈവത്തോട് മുമ്പാകെ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം പിടിവെച്ചു, ഇനി സാരമില്ലെന്നാ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ദൈവം നമ്മളെ സഹായിച്ചുവെങ്കിൽ, ദൈവത്തെ നീ കണ്ടുവെങ്കിൽ, ദൈവത്തെ നീ അനുഭവിച്ചറിഞ്ഞുവെങ്കിൽ നാം ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്തിൽ ഓർപ്പിച്ചുകൊള്ളുന്നു.
23-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ എടുത്തു പറയുന്നൊരു വസ്തുതയുണ്ട്. പെക്കോദിയർ, ശോവിയർ, കോവിയർ, അശൂർ ഒക്കെയും എന്നിങ്ങനെയും മനോഹര യുവാക്കളും ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരും വിശുദ്ധന്മാരും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായി നിനക്ക് വെറുപ്പ് തോന്നിയിരിക്കുന്ന ജാരന്മാരെ ഞാൻ നിനക്ക് വിരോധമായി ഉണർത്തി ചുറ്റും നിന്റെ നേരെ വരുത്തും. ഞാൻ നിന്റെ ജാരന്മാരെ നിനക്ക് വിരോധമായി ഇളക്കും. യെരുശലേമിന്റെ അഥവാ യഹൂദയുമായി അലയൻസിൽ ഏർപ്പെട്ടിരുന്ന, സഖ്യതയിൽ ഏർപ്പെട്ടിരുന്ന, അതാണ് ഇവിടെ ജാരന്മാർ ഉദ്ദേശിക്കുന്നത്. അവരെല്ലാം യഹൂദയ്ക്കെതിരെ തിരിയുവാൻ കാരണമുണ്ടാക്കി. തങ്ങൾ ആശ്രയിച്ചവർ തങ്ങളോട് നല്ല രീതി പെരുമാറിയില്ല എന്ന് യെരുശലേം അഥവാ യഹൂദ അത് കാണും, അത് മനസ്സിലാക്കും. നമ്മൾ ചരിത്രം ഇതിന് ബാക്കി പഠിക്കുമ്പോൾ രാജ്യം പൂർണ്ണമായി നശിപ്പിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അലയൻസിൽ ഏർപ്പെട്ടപ്പോൾ ചെയ്ത സത്യം, യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യം പാലിക്കാതെ ആ അലയൻസ് ലംഘിച്ചു എന്ന് ബാബിലോൺകാർക്ക് തോന്നിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവരോട് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്. ഒഹോലിബിക്കെതിരെ പല രാജ്യങ്ങളും, അതാണ് ആ രാജ്യത്തിന്റെ പേര് വായിച്ചത്. ഞാൻ അടുത്ത ഭാഗത്ത് അത് വിശദീകരിക്കും. പല രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരും എല്ലാ ഭാഗത്തു നിന്നും വരും. അവരുടെ ആയുധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ അവരെ ആയുധത്തെ കുറിച്ച് പറയാം. വാക്യം നോക്കി 24-ാമത്തെ വാക്യം. അവർ അനവധി രഥങ്ങളും വണ്ടികളും ഒരു ജനസമൂഹമായി നിന്റെ നേരെ വരും. അവർ പരിചയും പലകയും പിടിച്ച് തലക്കോരികൾ ഇട്ടും കൊണ്ട് നിന്നെ വന്നു വളയും. നോക്കണേ, അവരെ നേരെ യുദ്ധത്തിന് വരാൻ പോകുന്ന ആ രാജ്യത്തിന്റെ യുദ്ധതന്ത്രമാണ്, സ്ട്രാറ്റജിയാണ് പറഞ്ഞവരുടെ. ഈ നിലയിലേക്ക് അവർ വരും. അവരുടെ ശക്തമായ ആയുധങ്ങൾ, അതിന് ഹെൽമെറ്റ് വെച്ചിരിക്കും, അവർ പരിച പിടിച്ചിരിക്കും, അവർ യുദ്ധ ഉപകരണങ്ങളാകുന്ന രഥങ്ങളും വണ്ടികളും യുദ്ധ കുതിരകളും ആ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ച് നിന്റെ നേരെ വരുമെന്ന് യെഹെസ്കേൽ പ്രവാചകൻ മുഖാന്തരം വളരെ വ്യക്തമായി പറയുന്നു. യുദ്ധത്തിന് വരുന്ന വിധം വരെ പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിന് വേണ്ടി എങ്ങനെയാണ് വരുന്നതെന്നും ആ വരുന്ന ആ പട്ടാള സൈന്യത്തിന്റെ ആ ഡ്രസ് എങ്ങനെയാണെന്നും അവരെങ്ങനെയാണ് വരുന്നതെന്നും അവരേത് വിധത്തിലാണ് യുദ്ധം ചെയ്യാൻ പോകുന്നതെന്നൊക്കെ വളരെ വ്യക്തമായി അവിടെ വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട വസ്തുത. ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യെരുശലേം അഥവാ യഹൂദ ദൈവത്തോട് വിശ്വസ്തരായിരുന്നില്ല. അവർ ഏർപ്പെട്ടിരുന്ന ആ അലയൻസിൽ അഥവാ സഖ്യ ഉണ്ടാക്കിയവരുമായി അവരോടും അവരുടെ ദൈവത്തോടും ഇവർ വിശ്വസ്ത കാണിച്ചില്ല എന്നൊരു ചിന്താഗതിയും ബോധ്യവും ഇവർ സഖ്യത ഉണ്ടാക്കിയ രാജ്യത്തുകാർക്കുണ്ടായി. ഈ കാരണങ്ങളാൽ അവർ സഖ്യതയിൽ ഏർപ്പെട്ടിരുന്ന ജനം, ആ രാജ്യം യഹൂദയിലേക്ക് തിരികെയാണ്. അവിടെ കോപത്തിൽ യെരുശലേമിനെയും യഹൂദയും അവർ ആക്രമിക്കുകയാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, സിദക്കിയാവുമായി യഹോവയാക്കീനെ പിടിച്ചുകൊണ്ട് പോയി സിദക്കിയാവിനെ അവിടെ രാജാവാക്കി. നെബൂഖദ്നേസർ തന്നെ അവരുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് വന്നപ്പോൾ സിദക്കിയാവ് കരാർ ലംഘിക്കുന്നു. ബാബിലോണോടെ ചേർന്നിരുന്ന സിദക്കിയാവ്
ഇവരെ അധികാരത്തിൽ മാറണമെന്ന് പറഞ്ഞിട്ട് ഈജിപ്തിനെ കൂട്ടുപിടിക്കുന്നു. ആ ഒരു ലെവലിലേക്ക് അത് നീങ്ങുന്നു. അതാണ് നമ്മൾ ഇവിടെ വായിച്ചതിന്റെ അർത്ഥം. അതാണ് നമ്മൾ 22-ാമത്തെ വാക്യത്തിൽ വായിച്ച ചില പേരുകൾ അവിടെ പറയുന്നുണ്ട്. 22-ാമത്തെ വാക്യത്തിൽ ബാബേൽക്കാർ, കൽദേയരൊക്കെയും മനോഹര യുവാക്കളും അവിടെ ചില പേരുകൾ പറയുന്നുണ്ട്. ആ പേരുകൾ ബാബിലോൺ രാജാവ് അഥവാ ബാബിലോൺ രാജ്യം യുദ്ധം ചെയ്ത് ഇതുപോലെ കൊച്ചു കൊച്ചു ഒരുപാട് രാജ്യങ്ങളെ കീഴടക്കിയിട്ടുണ്ട്. അപ്പൊ ആ ബാബിലോണിന്റെ കീഴിൽ പല ഗോത്രങ്ങളും പല രാജ്യങ്ങളും കൊച്ചു കൊച്ചു രാജ്യങ്ങളും അവിടെ കീഴിലുണ്ട്. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഈ പേര് പറയപ്പെട്ട കൊച്ചു ഗോത്രങ്ങളെയും രാജ്യങ്ങളെയെല്ലാം ഒന്നടങ്കം അണിനിരത്തി നിന്റെ നേരെ യുദ്ധത്തിന് കൊണ്ടുവരും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ കൽദേർ എന്ന് പറയുന്നത് ബാബിലോണിലെ ഒരു പ്രധാന ഗോത്രമാണ് കൽദേർ എന്ന്. അതുകൊണ്ടാണ് കൽദയ ദേശം എന്ന് പേര് വരുന്നത്. അങ്ങനെയാണ്. കൽദേർ എന്ന് പറയുന്ന ഒരു ഗോത്രം അവിടെയുണ്ട്. അത് പ്രധാനപ്പെട്ട ഗോത്രമാണ്. പെക്കോദ്യർ എന്ന് പറയുന്ന ടൈഗ്രീസിന് കിഴക്കുള്ള ഒരു ഗോത്രമാണ്. ടൈഗ്രീസിന് കിഴക്കുള്ള ഒരു ഗോത്രം. നമുക്ക് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നൊക്കെ പറയുന്ന ആ ടൈഗ്രീസ് എന്ന നദിയുടെ കിഴക്കുള്ള ഭാഗമാണ്. അവിടെയുള്ള ഗോത്രക്കാരാണ് പെക്കോദ്യർ എന്ന് പറയുന്നത്. ഷോവ്യര്, കോവ്യര് ഒക്കെ ഇതേ പ്രദേശത്തുള്ള മറ്റ് ഗോത്രങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അസീറിയൻ സൈന്യം ബാബിലോണായിരുന്നു. നല്ലത് ശക്തമായ സൈന്യങ്ങൾ യെരുശലേമിനെ ആക്രമിക്കുമെന്നാണ് ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി ആരെല്ലാം ഇതിനകത്ത് യോജിക്കും എന്ന് വളരെ വ്യക്തമായി പറയും. രണ്ടാമത്, ആ രാഷ്ട്രങ്ങൾ അവരെങ്ങനെയാണ് വരുന്നത്, അവരുടെ വേഷവിധാനം എന്താണ്, ഇതെല്ലാം അതിനകത്ത് എടുത്തു പറയുന്നു. സൈന്യം യെരുശലേമിനെ വളയും. നഗരത്തെ പരാജയപ്പെടുത്തുവാൻ ദൈവം ആ ജനത്തെ അനുവദിക്കും. അവർ സ്വന്തമായ ക്രൂരമായ മാനദണ്ഡങ്ങളാൽ അവർ ജനത്തെ ശിക്ഷിക്കുവാൻ ദൈവം അവരെ അനുവദിക്കും എന്ന് വളരെ വ്യക്തമായി കാണുന്നു. 25-ാമത്തെ വാക്യത്തിൽ എടുത്തു പറഞ്ഞൊരു ഭാഗം 25 വായിച്ചു. ഞാൻ എന്റെ തീക്ഷണത നിന്റെ നേരെ പ്രയോഗിക്കും. അവർ ക്രോധത്തോടെ നിന്നോട് പെരുമാറും. അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും. നിനക്ക് ശേഷിപ്പുള്ളവർ വാൾ കൊണ്ട് വീഴും. അവർ നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചുകൊണ്ട് പോകും. നിനക്ക് ശേഷിപ്പുള്ളവർ തീക്കിരയാകും. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞ ആഭരണങ്ങളെ എടുത്തു കളയും. ഓക്കെ, ആ 25-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നു, അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും. അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും. ഇത് ആ കാലഘട്ടത്തിലുള്ള ഒരു ശിക്ഷാ നടപടിയാണ്. അതായത് ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭാര്യ അവനോട് അവിശ്വസ്ത കാണിച്ച് മറ്റൊരു വ്യക്തിയുമായി പരസംഗം ചെയ്താൽ ആ കാലഘട്ടത്തിലുള്ള ശിക്ഷാവിധിയാണ് ആ സ്ത്രീയുടെ മൂക്കും ചെവിയും കട്ട് ചെയ്യുക എന്നുള്ളത്.
അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുഖത്തുള്ള മനുഷ്യനെ കുറെ കൂടെ കുറെ കൂടെ മനോഹരമാക്കുന്നതാണ് ആ മനുഷ്യന്റെ മൂക്കൊക്കെ എന്ന് പറയുന്നത്. മൂക്ക്, ചെവിയൊക്കെ. ആ മൂക്കും ചെവിയും ഞാൻ മുറിച്ചു കളയും, അവർ വന്ന് മുറിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നീട് ആ മനുഷ്യന്റെ മനോഹാരിത പോവുകയാണ്. മൂക്ക് പൂർണ്ണമായി മുറിച്ചു കളയുമ്പോൾ ആ മനുഷ്യനെ കണ്ടാൽ ഒരു മനുഷ്യനായി തോന്നുകയില്ല. അതിന്റെ മനോഹാരിത നഷ്ടപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലേക്ക് ബാബിലോൺകാർ വന്ന് യുദ്ധം ചെയ്ത് മൂക്കും ചെവിയും മുറിച്ചു കളയുമെന്ന് പറഞ്ഞാൽ അതിന്റെ മനോഹാരിത നഷ്ടപ്പെടുന്ന നിലയിൽ അത് തകർത്ത് കളയും എന്നാണ്. അതുകൊണ്ടാണ് നെഹെമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടുന്ന് വന്ന ആളിനോട് ചോദിക്കുമ്പോൾ ആ യെരുശലേമിന്റെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ മനോഹാരിത നഷ്ടപ്പെട്ട അനുഭവം. ഒരു സമയം ദൈവ തേജസ് ഇറങ്ങി വസിച്ചിരുന്നു. ദൈവത്തിന് നഗരമെന്ന് അറിയപ്പെട്ടിരുന്നു. എല്ലാ നിലകളിലും ശോഭിച്ചുകൊണ്ടിരുന്ന രാജ്യം ഇവിടെ പറയപ്പെട്ടതുപോലെ അവർ മുഖം ചെത്തിക്കളഞ്ഞു. അതിന് മനോഹാരിത നഷ്ടപ്പെടത്തക്ക നിലയിൽ ബാബിലോൺകാർ കയറി മെതിച്ച് അവിടുത്തെ കൊള്ളയിടാവുന്നതിന് പരമാവധി കൊള്ളയിട്ട് ആളുകളെ ബാബിലോണിലേക്ക് മറ്റു പലയിടത്തേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി ആ അവസാനം വന്നിട്ട് അതിനെ തീയിട്ട് നശിപ്പിച്ചു. നോക്കണം, ആ നിലയിലേക്ക് അത് നീങ്ങി. ഇതാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. 25-ാമത്തെ വാക്യത്തിന്റെ അർത്ഥം അതാണ്. 26 അത് തന്നെ പറയുന്നത്. നിനക്ക് ശേഷിപ്പുള്ളവർ അവരെ നിന്റെ പുത്രിമാരെ പിടിച്ചുകൊണ്ടു പോകും, പ്രവാസത്തിൽ കൊണ്ടുപോകും. നിനക്ക് ശേഷിപ്പുള്ളവർ എല്ലാം തീക്കിരയാകും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിന്നിൽ നിന്ന് എന്തെല്ലാം എടുത്തുകൊണ്ട് പോകാൻ കഴിയുമോ അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കും, നിന്റെ ആഭരണങ്ങൾ കൊണ്ടുപോകും, നിന്റെ എന്തെല്ലാം വിലപിടിപ്പുണ്ടോ അതെല്ലാം കൊണ്ടുപോകും. അതെല്ലാം അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ അതെല്ലാം സംഭവിച്ചു. നമുക്കിനിയും അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അതിന് 28 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ച് ഈ രാത്രിയിൽ നമുക്ക് ഈ ചിന്ത നിർത്താം. 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ നീ പകയ്ക്കുന്നവരുടെ കയ്യിൽ, നിനക്ക് വെറുപ്പ് തോന്നുന്നവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും. അവർ പകയോടെ നിന്നോട് പെരുമാറി നിന്റെ സമ്പാദ്യമൊക്കെയും എടുത്ത് നിന്നെ നഗ്നയും അനാവൃത്തയുമാക്കി വിടും. അങ്ങനെ നിന്റെ വേശ്യാവൃത്തിയുടെ നഗ്നതയും നിന്റെ ദുർമര്യാദയും പരസംഗങ്ങളും വെളിപ്പെട്ടു വരും. നീ മതി. അവിടെ അതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്തെ നമ്മൾ 22 മുതൽ വാക്യങ്ങൾ വായിച്ചപ്പോൾ 27-ാമത്തെ വാക്യങ്ങൾ ഇവിടെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നിന്റെ വേശ്യാവൃത്തി നിർത്തലാക്കും. നീ ഇനിയും അവരെ തലപൊക്കി നോക്കുകയില്ല, മിസ്രയീമിനെ ഓർക്കുകയുമില്ല. നമുക്കറിയാം അവർ മിസ്രയീമിലായിരുന്നു. അവർ മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് വന്നിട്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, മിസ്രയീമിലെ ഭക്ഷണവും മിസ്രയീമിലെ ജീവിത രീതിയും മിസ്രയീമിൽ ഉണ്ടായിരുന്ന ദൈവങ്ങളെ ഒന്നും അവർ മറന്നില്ല. യഹോവയായ ദൈവത്തോട് പ്രത്യേകം പറഞ്ഞിരുന്നു, മിസ്രയീമിലേക്ക് ഇനിയും പോകരുത്, അവിടുന്ന് കുതിരകളെ വാങ്ങരുത്, അവരുമായിട്ടൊരു വാണിജ്യ ബന്ധങ്ങളും ഏർപ്പെടലെന്നൊക്കെ പറഞ്ഞെങ്കിൽ നമുക്കറിയാം സോളമന്റെ കാലഘട്ടത്തിൽ അവിടുന്ന് കുതിരകളെ കൊണ്ടുവന്നു, അവരുമായിട്ട് പല പ്രാവശ്യം സഖ്യതയിൽ ഏർപ്പെട്ടു. അവർ പലപ്പോഴും അവരുമായിട്ടുള്ള ബന്ധത്തിലായിത്തീർന്നു. ഈ ഭാഗം യെഹെസ്കേൽ പറയുമ്പോഴും സിദക്കിയാവ് ബാബിലോണുമായുള്ള ബന്ധം വിട്ടിട്ട്
ഈജിപ്തിലേക്ക് ആശ്രയം തേടിപ്പോയി. അതുകൊണ്ട് ഇവിടെ പറയാണ്, നീ ഈജിപ്തുമായി യാതൊരു ബന്ധവും പാടില്ലെന്ന് പറയുമ്പോൾ വീണ്ടും ആ ബന്ധത്തിലേക്ക് പോയത് കൊണ്ട് യഹോവയായ ദൈവം, നീ പണ്ട് മുതലേ നീ അവിടെ എന്നോട് അവിശ്വസ്തത എന്നോട് കാണിച്ചു, നീ ഈ രാജ്യത്ത് വന്നിട്ടും അവിശ്വസ്തത എന്നോട് കാണിക്കുന്നു, അവരുടെ ബന്ധം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നു, നീ ഇനിയും ഒരിക്കലും അതിനെ തലപൊക്കി നോക്കത്തില്ല, നീ ഇനി ഒരിക്കലും അതിനെ നോക്കത്തില്ല, നീ ഇനി ഒരിക്കലും അതിനെ തലപൊക്കി നോക്കാത്ത നിലയിൽ നിന്റെ മേൽ ശിക്ഷാവധി വരുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അതങ്ങനെ അക്ഷരം പ്രതി അത് സംഭവിച്ചു. ഇപ്പോൾ നമ്മളിവിടെ വായിച്ചത് യഹോവയായ ദൈവം തന്റെ സന്ദേശം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. യഹോവ യഹൂദയുടെ അവരുമായി യോജിച്ചു നിന്ന അലയൻസിലൂടെ വന്ന ആ ജനം വെറുപ്പോട് ഇവരിലേക്ക് പിന്തിരിഞ്ഞു വരുന്നു. ഇപ്പോൾ അവർ യഹൂദയെ വെറുത്തു. യഹോവ യഹൂദയെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. യെരൂശലേം ജാതികളെയും അവരുടെ ദേവന്മാരെ പിന്തുടർന്നെങ്കിലും അവർക്കിടയിൽ അതിനോട് സ്നേഹമുണ്ടായിരുന്നില്ലെന്നും അവരുടെ വിശ്വസ്തയോടെ സ്നേഹത്തോട് പെരുമാറില്ല എന്നുമുള്ളതായ ചിന്താഗതി ആ അലയൻസിൽ ഏർപ്പെട്ടവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുകയും അവർ ഇവർക്ക് നേരെ എതിർവരികയും ചെയ്തു. അങ്ങനെ മൂല്യമുള്ള എന്തെല്ലാം ഉണ്ടോ, വിലപിടിപ്പുള്ളതെല്ലാം ഉണ്ടോ, അതെല്ലാം അവർ എടുത്തു കളയും. അവർ യെരൂശലേമിനെ നശിപ്പിക്കും. ശമരിയയിലും അന്ന് എങ്ങനെ ചെയ്തുവോ അതുപോലെ തന്നെ ഈ യെരൂശലേമിനും സംഭവിക്കും എന്ന് വളരെ വ്യക്തമായി പറയും. ഞാൻ എൻ്റെ വാക്കിയോട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നാം ഓർക്കേണ്ട ഒന്ന് രണ്ട് വസ്തുതകൾ. ഒന്ന്, നാം ദൈവത്തിൽ കൂടുതൽ നന്മകൾ പ്രാപിക്കുമ്പോൾ, നാം ദൈവിക സാന്നിധ്യം കൂടെ അനുഭവിക്കുമ്പോൾ, നമുക്കൊരു ബാധ്യതയുണ്ടെന്നും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ടെന്നും നാം നന്നായി മനസ്സിലാക്കണം. നാം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർ, ആ ദൈവത്തെ കണ്ടുമുട്ടിയവർ, അതെല്ലാം മറന്നിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം ജീവിച്ചാൽ ശിക്ഷാവധി ഉണ്ടാകുമെന്ന് അടി കൂടുതലാണ് നമ്മൾക്ക് വായിക്കുകയുണ്ടായി. അതുതന്നെയാണ് യെരൂശലേമിന് ഉണ്ടായ സംഭവം. ദൈവമഹത്വവും ദൈവിക സാന്നിധ്യവും നിരന്തരമായി കണ്ടുവന്ന ജനസമൂഹം, യഹോവയായ ദൈവം ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞ ജനസമൂഹം, ദൈവത്തിലുള്ള ആഗ്രഹവും ചിന്തയും ദൈവത്തിലുള്ളതായ സങ്കേതവും എല്ലാം മാറിയിട്ട് അന്യരാജ്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ തിരിച്ചു. അവരുമായുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഈ നാശനഷ്ടങ്ങൾ മുഴുവൻ അവരുടെ രാജ്യത്തിലേക്ക് വരികയുണ്ട്. ഇതിൽ ഓർപ്പിക്കേണ്ട ഒരു കാര്യം, നാം ദൈവസന്നിധിയിൽ നാം ദൈവത്തെ അനുഭവിച്ചറിയുന്ന എത്രമാത്രമുണ്ടോ ആ നിലയിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തെ മറക്കാതെ ഓർത്ത് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, നന്ദി കരേറ്റുവാൻ, ആരാധിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ആ ഉപകാരങ്ങൾ എന്നുള്ളതിനെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഇത് ആക്ട് ഓഫ് ഗോഡ് ഓർ വർക്ക് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തികൾ ദൈവത്തിൽ നിന്നുണ്ടായിട്ടുണ്ടോ നീ അതൊന്നും മറക്കരുത്. നമുക്ക് മറക്കാതെ വിശ്വസ്തയോടെ ഈ ദൈവത്തെ സേവിച്ചു പോകുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.